Hi kids, welcome to today's video. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. I hope you guys are learning and enjoying the lessons as well. എല്ലാ ആഴ്ചയിലും ലെസൺസും എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുക. And please don't forget to file the activities every week. നമ്മൾ എല്ലാ വീക്കും നമ്മൾ ചെയ്യുന്ന കാര്യം, എല്ലാ വീക്കും ചെയ്യുന്ന ആക്ടിവിറ്റീസ് വൃത്തിയായിട്ട് ഫയൽ ചെയ്ത് വെക്കാൻ നമ്മൾ മറക്കരുത്. Alright? And I know you guys are doing a great job, a fantastic job. Keep it up kids. നിങ്ങൾ എല്ലാവരും വളരെ നല്ല രീതിയിൽ എല്ലാം ചെയ്യുന്നത്. Keep it up guys. And do you actually remember the promise that we made last week? നമ്മൾ കഴിഞ്ഞ വീക്ക് നമ്മൾ ചെയ്ത ഒരു പ്രോമിസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? Do you remember that? Do you actually keep the promise? നിങ്ങൾ ആ പ്രോമിസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ? You better keep the promise because we are the children of holy God. നമ്മൾ പരിശുദ്ധനായ ദൈവത്തിന്റെ മക്കളാ. അപ്പോൾ നമ്മൾ എന്തായാലും ആ പ്രോമിസ് കീപ്പ് ചെയ്യണം because our holy God always keeps his promises. നമ്മുടെ പരിശുദ്ധനായ ദൈവം അവന്റെ പ്രോമിസസ് എപ്പോഴും കീപ്പ് ചെയ്യുന്നവനാണ്. Okay, now I'm really excited about today's lesson. ഇന്നത്തെ ലെസൺ വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. Are you guys excited? നിങ്ങൾ എക്സൈറ്റഡ് ആണോ? Okay, now without wasting any time, let's go directly into the prayer and start with today's lessons. നമുക്ക് നേരെ പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ലെസണിലേക്ക് കടക്കാം. Oh Lord, I commit everyone into your hands, O God Jesus. I commit every children into your hands, O God Jesus. I commit everyone who is watching this, hallelujah, these lessons as well, O God Jesus. I commit everyone into your hands. Hallelujah. Guide them, O God Jesus. Hallelujah. Guide them in your way, O Lord Jesus. Hallelujah. I praise you, O God Jesus. I commit the teachers, hallelujah, the crew that is working behind, O God Jesus. Let them be blessed, O God Jesus. Let the kids benefit, hallelujah, from this, hallelujah, lessons, O God Jesus. Let their, hallelujah, lives be fulfilled. Let their lives be fruitful, O God Jesus. Hallelujah. Let this be a great benefit in their life. Hallelujah. I commit everyone into your hands, O God Jesus. Hallelujah. I commit every prayers into your hand. In Jesus' mighty name we pray. Amen. Hi kids. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ ഷാലു. ഞാൻ ഇന്നിവിടെ ഒരു രസകരമായ സംഭവം കാണിച്ചു തരാം. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിലൂടെ ഹാർഡായിട്ടുള്ള, ടഫായിട്ടുള്ള, ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോകും. നമുക്ക് ചില സാധനങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് തോന്നും. നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. ബട്ട് ഐ എം ഹിയർ ടു ഷോ ദാറ്റ് ദർ ഇസ് നത്തിങ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. So I have some colored water here and I am going to do the impossible. ഞാൻ ഈ ഗ്ലാസ്സിനെ ഇങ്ങനെ വെച്ചിട്ട് ഈ വെള്ളത്തിന് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആക്കിയിട്ട് പൊക്കിക്കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ നിങ്ങളെല്ലാവരും റെഡി അല്ലേ? ബാ. അയ്യോ, ഒന്നും പറ്റുന്നില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും സംഭവം നടന്നില്ല. വെള്ളം മുകളിലേക്ക് കയറിയില്ല. But that's okay because sometimes in life when we try to do things nothing happens. So let's do it again. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു ക്യാൻഡിൽ എടുത്തേനെ. ഈ ക്യാൻഡിൽ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? യെസ്, ഇറ്റ് റെപ്രസെന്റ്സ് ഗാഡ്. ആൻഡ് വെൻ ഗാഡ് ഹെൽപ്സ് us to face the impossible situation, what happens? നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ക്യാൻഡിൽ കത്തിക്കാൻ പോകണം. ചില സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അത് കത്തൂല. ബട്ട് ബി പേഷ്യൻറ്റ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഈ ഗ്ലാസ്സിനെ ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം കയറുണ്ടോ നോക്കാം. വെള്ളം കയറാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പേഷ്യൻ്റ് ആയിരിക്കണം. ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം ടു ഗെറ്റ് ത്രൂ ദ ഇമ്പോസിബിൾ സിറ്റുവേഷൻസ്. കണ്ടോ, ദേ വെള്ളം കയറി 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 വരുന്നത് കണ്ടോ? ഇതാ നന്നായി വെള്ളം കയറുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വെള്ളം കയറുന്നത്? സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ ഡോണ്ട് വറി, ദർ ഇസ് ഓൾവേസ് ഗോഡ് ടു ഹെൽപ്പ് യു ത്രൂ ദോസ് ഇമ്പോസിബിൾ സിറ്റുവേഷൻസ്. So you see kids, nothing is impossible for God, isn't it? And today we are going to explore some of the impossible things that God has done. അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലായത്? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായി. ഇന്ന് നമുക്ക് ദൈവം ചെയ്ത ചില അസാധ്യ കാര്യങ്ങളെ കുറിച്ച് കേൾക്കാം. കേട്ടാലോ? കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചത്? What did we study last week? We learned about the love of God and how God promised to send his son to earth for us, isn't it? യേശുവിനെ നമ്മൾക്ക് വേണ്ടി ലോകത്തിലേക്ക് അയക്കാനായിട്ട് ദൈവം വാഗ്ദത്തം ചെയ്തതിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. ശരിയല്ലേ? ദൈവത്തിന്റെ ആ വാഗ്ദത്തം ദൈവം നിറവേറ്റിയോ? തീർച്ചയായിട്ടും നിറവേറ്റി അല്ലേ? Did God fulfill that promise? Absolutely, isn't it? But the people had to wait for a long time. Isn't it?
ആൾക്കാർക്ക് ഒരുപാട് നാള് കാത്തിരിക്കേണ്ടി വന്നു അല്ലെ, യേശു ഈ ലോകത്തിലേക്ക് വരും എന്ന പ്രോമിസ് നിറവേറുന്നത് കാണാനായിട്ട്. എന്നിട്ട് ദൈവം നിശ്ചയിച്ചിരുന്ന സമയത്ത് അത് സംഭവിച്ചു. ഇറ്റ് ഹാപ്പൻഡ് അറ്റ് ദ അപ്പോയിന്റഡ് ടൈം ദാറ്റ് ഗോഡ് ഹാഡ് സെറ്റ്, isn't it? So today, ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? Today we are going to see how God made that happen. Let us see how God brought about his promise. And for that, I'll tell you a story. But mind you, kids, it's not just a story. It's a story that actually happened. It's a true story. It actually happened around 2020 years back. നമ്മൾ ഇന്നേ ഈ ദൈവം എങ്ങനെയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റിയതെന്നല്ലേ കേൾക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ദൈവം ഒരുപാട് അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇതൊരു സ്റ്റോറി മാത്രമല്ല, ഒരു കഥ മാത്രമല്ല, ഇത് ശരിക്കും നടന്ന ഒരു കഥയാണ്. അപ്പോൾ എപ്പോഴാണ് നടന്നത്? 2020 വർഷത്തോളം പുറകിലോട്ട് പോകുമ്പോൾ നടന്നൊരു കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഓക്കെ, ഇത് നടന്നത് എവിടെയാണെന്നറിയാമോ? ഇസ്രായേലില്. It happened in a place called Israel. And let me show you the map for that. ഞാൻ നിങ്ങളെ മാപ്പ് കാണിച്ചു തരട്ടെ. ഇതാണ് മാപ്പ്. This is Israel and this is India. ഇത് ഇന്ത്യ. This is the map of Israel. ഇസ്രായേലിന്റെ മാപ്പില് നസറേത്ത് എന്ന സ്ഥലം കണ്ടോ? ഗലീലയുടെ അടുത്ത്. You see Nazareth near Galilee where God's plan unfolds? Let's watch a video of the story and I will explain. One day, God sent an angel named Gabriel to a town called Nazareth. The angel went to visit a young virgin named Mary. She was engaged to be married to Joseph, a descendant of King David. The angel said to Mary, "Rejoice, you have found favor with God. He is with you." Mary was very afraid and puzzled. Why would God find favor with her? She had done nothing special. "Do not be afraid," the angel said. Then he told Mary that she was going to have a very special and unique baby, and they would call the baby Jesus, which means the Lord saves. The angel explained that the baby would be great. He would be God's son. He would even be a king. The king God had promised would come. Mary asked the angel, "How can that happen? I am not married yet." The angel replied, "God will be the father of the baby. The baby will be God's son." Then the angel told Mary, nothing will be impossible with God. He said that Mary's relative Elizabeth was pregnant, even though she was old and did not have any children. "May everything happen just as you said," Mary replied. Then the angel left her. Mary hurried to her relative Elizabeth's house. When she arrived, the baby inside Elizabeth leaped for joy. The Holy Spirit filled Elizabeth and she said, "What an honor, Mary. Your baby will be blessed too." Mary was so happy. She praised God with a song about how great God is. Mary knew every family in the future would say she was blessed because God was going to do great things for her through Jesus. God was keeping his promise to bless the whole world through Jesus. Mary stayed with Elizabeth for 3 months. Then she went home. കഥ പറയട്ടെ. So kids, there was this girl named Mary and she wasn't very old, probably a teenager. മേരി എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മേരിക്ക് ഒരുപാട് പ്രായമൊന്നും ഇല്ലായിരുന്നു. മേരി ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. പക്ഷേ മേരിയുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു. Mary was engaged to a nice man called Joseph. The plans were made, the dates were set, and the wedding day was coming up. മേരി ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കല്യാണ ദിവസത്തിനായിട്ട്. അപ്പൊ എന്താ സംഭവിച്ചത്?
Mary was daydreaming. Maybe she was thinking about her wedding day. Maybe she was thinking about the kids she would have with Joseph. And maybe she was thinking about what name to give her kids. മേരി ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കല്യാണത്തെക്കുറിച്ചും ഒരു പക്ഷെ കുട്ടികളെ കുറിച്ചും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എന്താ സംഭവിച്ചേ? ഒരു മാലാഖ വന്നു. മാലാഖ വന്നിട്ട് എന്ത് പറഞ്ഞെന്നറിയാമോ? ഹലോ മേരി. മേരിയോട് പറഞ്ഞു, മേരി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, മേരിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടാവാൻ പോവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. The angel told Mary that she would be blessed with the child. Mary was shocked. Wait. What? Mary thought, I'm going to have a baby in my belly? It doesn't work that way. First comes marriage, then comes kids. Isn't it supposed to work that way? What will people say if I have a baby? Oh no. Mary വിചാരിച്ചു, ഇതെന്താ സംഭവിക്കുന്നത്? എന്റെ വയറ്റിൽ കുഞ്ഞുണ്ടാവാൻ പോകുന്നു, പക്ഷെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പുരുഷനെ അറിഞ്ഞിട്ടില്ല, ആദ്യം കല്യാണം കഴിക്കണം, പിന്നെ കുട്ടികൾ ഉണ്ടാവണം, അങ്ങനെയല്ലേ വേണ്ടത്? ഇതെന്താ സംഭവിക്കുന്നത്? മേരിക്ക് ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. മേരി വാസ് ഓൾ ഷോക്ക്ഡ് when the angel told her this. But the angel told her that the baby inside her belly was not from a human father, but God was the baby's father. Angel മാലാഖ മേരിയോട് എന്താ പറഞ്ഞറിയാമോ? വയറ്റിലുള്ള കുഞ്ഞിന്റെ ഫാദർ ഗോഡ് ഹിംസെൽഫ്, ദൈവം തന്നെയാണ് ആ കുഞ്ഞിനെ മേരിയുടെ വയറ്റിൽ ആക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. മേരി ഒത്തിരി ഷോക്ക്ഡ് ആയിരുന്നു അല്ലെ? അതെങ്ങനെ സംഭവിക്കുക? ലോകത്തിന്റെ രക്ഷകനായ യേശു മേരിയുടെ വയറ്റിൽ പിറക്കാൻ പോകുന്നു, പക്ഷെ മേരി പുരുഷനെ അറിഞ്ഞിട്ടില്ല. How can Mary have a child in her belly when she has not known a man? ഒരു കാര്യം കാണിച്ചു തരട്ടെ. ഞാൻ കുറച്ച് ബലൂൺ എടുത്തു. എന്നിട്ട് ഞാൻ ഈ ബോട്ടിലിനകത്തും ഈ ബോട്ടിലിനകത്തും 2 കുപ്പിക്കകത്തും ഓരോ ബലൂൺ വെച്ചു. ഓക്കെ, എന്നിട്ട് നമുക്ക് ശ്രമിക്കാം ഇതിന് ഈ ബലൂൺ വീർപ്പിക്കാൻ നോക്കാം. ഇത് കണ്ടോ, ബലൂൺ ഇങ്ങനെ ഇതിനകത്ത് വെച്ചേക്കാണ്. ഞാനിത് വീർപ്പിക്കാൻ നോക്കട്ടെ. ഒന്നുകൂടെ നോക്കട്ടെ. പറ്റുന്നില്ല അല്ലേ? മനുഷ്യന് സാധിക്കുമോ? ഇല്ലല്ലോ. പക്ഷേ ഇതിൽ ദൈവം വരുമ്പോൾ നോക്കിക്കാട്ടെ. എന്താ സംഭവിച്ച? It's a miracle. For God, nothing is impossible, isn't it? ദൈവം വിചാരിച്ചാൽ എന്ത് വേണമെങ്കിലും സാധിക്കും. ശരിയല്ലേ? ഈ ബലൂൺ വീർപ്പിച്ചില്ലേ, അതുപോലെ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ദൈവത്തിന് സാധിക്കുന്നു. അതുപോലെ മേരിയുടെ വയറ്റിൽ ഉണ്ടായിരുന്ന കുഞ്ഞ് ദൈവത്താൽ ആയിരുന്നു. It was from God, the baby in Mary's belly. So kids, back to the story. So it was very shocking, but Mary accepted God's plans because she knew that it was bigger and better than her plans. മേരിക്ക് അറിയാമായിരുന്നു ദൈവത്തിന്റെ പദ്ധതികൾ എപ്പോഴും നമ്മുടേതിനെക്കാട്ടിലും വലുതും നല്ലതുമായിരിക്കുമെന്ന്. അതുകൊണ്ട് മേരി മാലാഖ വന്ന് പറഞ്ഞ ആ ദൂത് മുഴുവൻ ഏറ്റെടുത്തു. ഓക്കെ, എന്നിട്ട് മേരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. മേരി ഒത്തിരി ഫേമസ് ആകുമെന്ന് മേരിക്ക് അറിയില്ലല്ലോ. Mary did not know that she was going to be very famous from the Bible. All she knows is that she got some strange news. ഒരു കാര്യം മാത്രമേ മേരിക്ക് അറിയത്തുള്ളൂ, പ്രത്യേക തരത്തിലുള്ള ഒരു ദൂത് കിട്ടിയെന്ന് മാത്രമേ അറിയത്തുള്ളൂ. And the angel also told Mary one more thing, that her relative Elizabeth was also pregnant. Elizabeth did not have children till then. മേരിയോട് മാലാഖ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്താണെന്നറിയാമോ?
മേരിയുടെ ബന്ധുവായ എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ ഉദരത്തിൽ കുഞ്ഞുണ്ട് എന്ന്. എലിസബത്തിന് ഇതുവരെ കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതും ഒരു അത്ഭുതമായിരുന്നു. ദാറ്റ് വാസ് ഓൾസോ എ മിറക്കിൾ. മേരി വിചാരിച്ചു, ദൈവം എത്ര വലിയവനാണ്, ഗോഡ് ഇസ് സോ ഗ്രേറ്റ് അല്ലേ. ദൈവത്തിന്റെ എന്താണോ ദൈവത്തിന് എന്നോട് പറയാനുള്ളത് അത് ഞാൻ ഏറ്റെടുക്കുന്നു. വാട്ട് എവർ ഗോഡ് ടെൽസ് മീ, ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ദാറ്റ് ഈസ് വാട്ട് മേരി സെഡ്. So what did Mary do next? She went to Elizabeth, and when she went and met Elizabeth, the baby leaped for joy. എലിസബത്തിന്റെ വയറ്റിലുള്ള കുഞ്ഞ് തുള്ളിച്ചാടി സന്തോഷം കൊണ്ട് മേരി അടുത്ത് ചെന്നപ്പോഴത്തേക്ക്. അപ്പോൾ മേരിക്കും സന്തോഷമായി, എലിസബത്തിനും സന്തോഷമായി. രണ്ടുപേരും ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരു പാട്ട് പാടി. Both of them, they sang a song of praise to God. And Mary stayed with Elizabeth for 3 months. Mary എലിസബത്തിന്റെ കൂടെ 3 മാസം താമസിച്ചു. And then she returned to her home. അങ്ങനെ മേരി തിരിച്ച് വീട്ടിലേക്ക് പോയി. നല്ല കഥയായിരുന്നോ? Did you like this story? You know kids, Mary was just an ordinary girl. And she was from an ordinary family, and she was not famous or popular or from a famous family or anything. And most people didn't know her. But God chose her for a special purpose, for giving birth to Jesus Christ, to show that He loves us, to show that He keeps His promise, and to show that He can do all things. മേരി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് അറിയപ്പെടുന്ന ഒരു കുടുംബത്തിൽ നിന്നോ അറിയപ്പെടുന്ന ഒരു യുവതിയോ ആയിരുന്നില്ല. പക്ഷെ ദൈവം മേരിയെ പ്രത്യേകം തിരഞ്ഞെടുത്തു. എന്തിനായിട്ടാണ് തിരഞ്ഞെടുത്തത്? യേശുവിന്റെ ജനനത്തിനായിട്ട്, യേശുവിന്റെ അമ്മയായിട്ട് തിരഞ്ഞെടുത്തു അല്ലെ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? നമ്മളോടുള്ള വാഗ്ദത്തം നിറവേറ്റാനായിട്ടും ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും സാധിക്കും എന്ന് കാണിക്കാനായിട്ടുമാണ്. Isn't that amazing? Super അല്ലേ? Nothing is impossible with God. Luke 1:37. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ലൂക്കോസ് 1:37. Hi kids. So we just saw how Mary, when the angel spoke to her, she accepted God's plan for her life, even though she didn't wholly understand God's plan. കുട്ടികളെ, നമ്മൾ കണ്ടു എങ്ങനെ ദൈവദൂതൻ മേരിയോട് വന്ന് സംസാരിച്ചപ്പോൾ മേരി ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശം അത് സ്വീകരിച്ച് അതനുസരിക്കാൻ തീരുമാനിച്ചു അല്ലെ. മേരിക്ക് ദൈവത്തിൻ്റെ പ്ലാൻ മൊത്തത്തിൽ മനസ്സിലായില്ലെങ്കിലും മേരി എന്ത് ചെയ്തു? അത് സ്വീകരിച്ച് അത് അനുസരിക്കാൻ തീരുമാനിച്ചു അല്ലെ. ബട്ട് ഡു യു തിങ്ക് മേരി വുഡന്റ് ഹാവ് ഹർ ഓൺ ഫിയേഴ്സ് or doubts? She must have, right? Yeah, she would have been worried about, what Joseph will think when Joseph would know that she had a baby, and what would the people, neighbors, or the people, her relatives, what would they say when they come to know that she has a baby? Would they think that she is a bad woman because she is having a baby before getting married to Joseph? And what would Joseph think about her? Would he also think that she is a bad woman? കുട്ടികളെ, മേരിക്കും പേടി അല്ലെങ്കിൽ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. മേരി ഓർത്ത് കാണും, ജോസഫ് ഈ മേരിയുടെ വയറിൽ കുഞ്ഞുണ്ട് എന്ന് ജോസഫ് അറിഞ്ഞ ജോസഫ് എന്തായിരിക്കും വിചാരിക്കുക മേരിയെ കുറിച്ച് അല്ലെ. മേരി കല്യാണം കഴിച്ചിട്ടില്ല, അപ്പൊ മേരി ഒരു നല്ല സ്ത്രീ അല്ല എന്ന് ജോസഫ് വിചാരിക്കോ? മേരിയുടെ അയലോക്കോ അല്ലെങ്കിൽ ബന്ധുക്കാരൊക്കെ അവരൊക്കെ എന്ത് വിചാരിക്കും? മേരി ഒരു ചീത്ത സ്ത്രീയാണ് എന്ന് വിചാരിക്കും എന്നൊക്കെ ആ ഒരു പേടിയും സംശയമൊക്കെ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇൻ ഓൾ ദിസ് തിങ്സ്
above all these things, she trusted God because she knew that God was in control and she knew that God would do the right thing at the right time. ഇതൊക്കെ സംശയം പേടിയൊക്കെ ഉണ്ടായിട്ടും മേരിക്ക് അറിയായിരുന്നു എന്താ ദൈവം ഇതെല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. ദൈവം തക്ക സമയത്ത് എല്ലാ കാര്യങ്ങൾ ചെയ്യുമെന്ന് മേരിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മേരി എന്ത് ചെയ്തു? ദേവദൂതൻ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു, അത് അനുസരിക്കാൻ തീരുമാനിച്ചു. സോ എന്തൊക്കെ വന്നാലും ആരെന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അത്ര മൈൻഡ് ചെയ്യാതെ അല്ലെ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ മേരി തീരുമാനിച്ചു. സോ മേരി decided not to bother or think about all the others, what others would say, but she decided to trust God and to obey God. But what about Joseph? What do you think about Joseph? ജോസഫിന് എന്തായിരിക്കും ജോസഫിന്റെ പ്രതികരണം? Yes, when Joseph would have heard about it from somehow, he would have heard about this news too, right? And he would have been very upset too. He would have had great plans for the wedding. He would have dreamt about the life with Mary and the marriage, and he would have dreamt about having a big family, right? And Joseph would have been upset. And you know what? He thought he was a nice man, and he didn't want to make a big issue out of it and let everybody else know about it because he was concerned about Mary. So he thought that he would break the engagement with Mary in secret without letting anybody else know it. അപ്പൊ ജോസഫ് കുറെ സ്വപ്നങ്ങളൊക്കെ കണ്ടു കാണും അല്ലെ, തൻ്റെ മേരിയോടുള്ള വിവാഹത്തിനെ കുറിച്ചും അവരുടെ വിവാഹത്തിന്റെ ദിനത്തിനെ കുറിച്ചും അവരുടെ കുടുംബത്തിനെ കുറിച്ചും എല്ലാം ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു കാണും അല്ലെ. പക്ഷെ ഈ ഒരു കാര്യം മേരിയുടെ വയറിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോ ജോസഫിന് ഭയങ്കര വിഷമായിരിക്കും അല്ലെ. ഓയ്യോ എന്താ ചെയ്യാ എന്നൊക്കെ വിചാരിച്ചു കാണും. അപ്പൊ ജോസഫ് എന്താ തീരുമാനിച്ചെന്നറിയോ? ഈ കല്യാണം വേണ്ടാന്ന് വെക്കാം, ഇനി എനിക്ക് എന്തായാലും മേരിയുടെ കല്യാണം പറ്റില്ല. അപ്പൊ ജോസഫ് നല്ല മനുഷ്യനായതുകൊണ്ട് ജോസഫ് എന്താ ഓർത്തു, എല്ലാവരുടെ അടുത്തും പറഞ്ഞ് വലിയ പ്രശ്നമാക്കാതെ, ഇത് ആരടുത്തും പറയാതെ, ഇത് ആരും അറിയാതെ ഈ വിവാഹം ഈ ബന്ധം നമുക്ക് അവസാനിപ്പിക്കാമെന്ന് ജോസഫ് തീരുമാനിച്ചു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയോ? നമുക്കൊന്ന് കണ്ടു നോക്കാം. But you know what happened? Let's watch a video. Now Joseph found out Mary was going to have a baby, but Joseph knew it was not his baby. Mary and Joseph were not married yet. Joseph decided to quietly break his engagement with Mary so she would not be publicly disgraced. Soon after Joseph thought these things, an angel appeared to him in a dream. "Joseph," the angel said, "don't be afraid to take Mary as your wife, because the baby she is carrying was put there by the Holy Spirit. Mary is going to have a son. Name him Jesus, because he is going to save his people from their sins." This happened just like the prophet said it would. See, the virgin will become pregnant and give birth to a son, and they will name him Emmanuel, which is translated God with us. When Joseph woke up, he did exactly as the angel commanded. He married Mary. And when she had a son, Joseph named him Jesus. Yes, children, we saw in the video that God was still control of the situation, and God didn't allow Joseph to break the engagement with Mary. What did God do there? God sent an angel and spoke to Joseph, saying that the baby in Mary's womb was a miracle, and it was all a part of God's plan. അപ്പൊ നമ്മൾ ഇതെന്താ കണ്ടേ? എല്ലാം ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് അല്ലെ. ദൈവം എന്ത് ചെയ്തു? ജോസഫ് ഈ ബന്ധം അവസാനിപ്പിക്കാൻ സമ്മതിച്ചില്ല. ദൈവം എന്ത് ചെയ്തു? തന്റെ ദൂതനെ ജോസഫിന്റെ അടുത്തേക്ക് വിട്ടു. അതിന്റെ ജോസഫ് അടുത്ത് എന്താ പറഞ്ഞേ?
മേരിയുടെ ഉദരത്തിൽ ഉള്ള കുഞ്ഞ് ഒരു അത്ഭുതം കുഞ്ഞാണ്, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പ്ലാന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ആൻഡ് ദി ഏഞ്ചൽ ഓൾസോ സെഡ് സംതിങ് എൽസ്. ലെറ്റ്സ് ഹിയർ. ദേവദൂതൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, നമുക്ക് കേൾക്കാം. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ടു നീ അവന് യേശു എന്ന് പേരിടണം. മത്തായി 1:21. She will give birth to a son, and you are to name him Jesus, because he will save his people from their sin. Matthew 1:21. So what did the angel tell Joseph? The angel told Joseph that God wanted to save the people from their sins, right? And that was God's plan for sending Jesus. അപ്പോൾ ഇവിടെ ദേവദൂതൻ എന്താ പറഞ്ഞ ജോസഫ് അടുത്ത് എന്താ പറഞ്ഞ? ദൈവം യേശുവിനെ എന്തിനാ അയക്കുന്നേ? ജനത്തിന്റെ പാപത്തിന് രക്ഷിക്കാൻ വേണ്ടിയാ അല്ലേ? Yes, so that was good news the angel told Joseph. And Joseph, even though he didn't fully understand it, he decided to trust God. He decided to obey God and take Mary as his wife. And so നമ്മളിവിടെ നമ്മളിവിടെ കണ്ടു ജോസഫിന് മൊത്തത്തിലെല്ലാം മനസ്സിലായില്ലെങ്കിലും ജോസഫ് എന്താ ചെയ്തേ? വിശ്വസിക്കാൻ തീരുമാനിച്ചു അല്ലെ, അനുസരിക്കാൻ തീരുമാനിച്ചു, മേരിനെ തന്റെ ഭാര്യയായി സ്വീകരിക്കാൻ തീരുമാനിച്ചു. ജോസഫിന് എല്ലാം മനസ്സിലായില്ലെങ്കിലും അല്ലെ. യെസ്, സോ വി സീ ദാറ്റ് ഗോഡ് ഹാഡ് പ്ലാൻഡ് ദിസ്. വെൻ ഡിഡ് ഗോഡ് പ്ലാൻ ദിസ്? വി സോ ലാസ്റ്റ് വീക്ക്, റൈറ്റ്? When Adam, long time ago, when Adam and Eve sinned in Garden of Eden, God decided to send Jesus because he knew that was the only way to save people from their sins. അപ്പോൾ ദൈവം ഈ പ്ലാൻ എപ്പോഴാ പ്ലാൻ ചെയ്തത്? അതെപ്പോഴാ? പണ്ട് അല്ലെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ലെസൺ കേട്ടു അല്ലെ. അതെപ്പോഴായിരുന്നു? ആദാമും അവയും പാപം ചെയ്തപ്പോ തന്നെ ദൈവം തീരുമാനിച്ചു എന്ത്? യേശുവിനെ ഈ ലോകത്തിലേക്ക് പാപത്തിന് രക്ഷിക്കാൻ വേണ്ടി യേശുവിനെ അയക്കാൻ അന്നേ തീരുമാനിച്ചു അല്ലെ. So everything was part of God's plan. Every details of thing was part of God's plan, and it was written, like we saw last week, it is written, everything was written in the Bible. So appo nammal idil കാണുന്നു എന്താ? എല്ലാം കാര്യം ആരെ തെരഞ്ഞെടുക്കും, യേശു എവിടെ ജനിക്കും, എല്ലാ കാര്യം ദൈവം തീരുമാനിച്ചു. അത് യേശു ഉണ്ടാവുന്ന മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലെ. പ്രവാചകന്മാർ അത് പ്രവചിച്ചിട്ടുണ്ട് അല്ലെ. Yes, so it was all part of God's plan. And we see that about Mary and Joseph, right? That God chose Mary and Joseph, normal ordinary people, to do the extraordinary, right? അപ്പൊ നമ്മളിവിടെ എന്താ കാണുന്നത്? മേരിയും യോസെഫും സാധാരണ ആൾക്കാരായിരുന്നു അല്ലെ. പക്ഷെ ഈ സാധാരണ ആൾക്കാരെ വലിയ കാര്യം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തു അല്ലെ. സോ വാട്ട് ഡു വി ലേൺ ഫ്രം ദിസ്? What can we learn from their lives, children? What can we learn from this lesson? That God chooses the normal, ordinary people to do the extraordinary. Because Mary and Joseph, they loved God so much, and they were willing to obey God. They were willing to trust God, and they decided not to bother about what people would say about them, or what people would talk about them. They decided to follow what angel had told them. അപ്പൊ നമ്മള് ഇതിന് എന്താ പഠിക്കുന്ന കുട്ടികളെ? നമുക്ക് ഇതില് പഠിക്കാം, മേരിയും യോസെഫും സാധാരണ ആൾക്കാരായിരുന്നു, പക്ഷെ അവര് ദൈവത്തെ ഒരുപാട് സ്നേഹിച്ചു അല്ലെ. അതുകൊണ്ടല്ലേ അവര് ഈ അസാധാരണ കാര്യം, അവർക്ക് മനസ്സിലാവാത്ത കാര്യം പോലും ദേവദൂതൻ പറഞ്ഞപ്പോ അത് അവര് സ്വീകരിക്കാനും അവരത് അനുസരിക്കാനും
തീരുമാനിച്ചത് അല്ലെ? അവർ വേറെ ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും ഒന്നും അവര് ആലോചിച്ചില്ല. അവര് ദൈവത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അത് അനുസരിക്കാൻ തീരുമാനിച്ചു അല്ലെ? And that is why God used them, used such ordinary people like Mary and Joseph to fulfill His promise, to fulfill His plan for God's people, for the people, right? അതുകൊണ്ട് നമ്മൾ കണ്ടു, സാധാരണ ആയ മേരി യോസെഫിനെ ദൈവം തെരഞ്ഞെടുത്തു ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റാനും അല്ലെ? ദൈവത്തിന്റെ ആ പ്ലാൻ, ആൾക്കാരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിനെ മേരിയും ജോസഫും അതില് ഭാഗമായി അല്ലെ? യെസ്. സോ what about you kids? Are you willing to obey like Mary and Joseph did without asking any questions? Just like Mary said, when the angel told Mary, she said, I am the Lord's servant, be it unto me as you have said. Or your answer is no. കുട്ടികളെ, നിങ്ങൾ എന്താ ചെയ്യും? ദൈവം നിങ്ങളടുത്ത് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ മേരി ജോസഫ് പോലെ ചെയ്യാൻ തീരുമാനിക്കോ? മേരി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ജോസഫ് അംഗീകരിച്ച പോലെ നിങ്ങൾ അംഗീകരിക്കോ? Yes, children, and just like Mary and Joseph, we need not fear. We can trust God and obey God because He is a faithful God and He will keep His promises. കുട്ടികളെ, നമുക്ക് ഇതിൽ പേടിക്കാൻ, ദൈവം ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് അനുസരിക്കാൻ, അതിൽ പേടി ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ മേരി യോസെഫ് ചെയ്ത പോലെ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം, നമുക്ക് ദൈവത്തെ അനുസരിക്കാം അല്ലെ? ദൈവം വിശ്വസ്തനാണ്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. വി ക്യാൻ ഓൾസോ ലേൺ അനദർ തിങ് ഫ്രം ദിസ് ലെസൺ. ബട്ട് ഫസ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് എ വീഡിയോ. നമുക്ക് ഇതിൽ വേറെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. പക്ഷെ നമുക്കൊരു വീഡിയോ കണ്ടാലോ? Good boy. Lang, no? Dapat mo. Uy! Pilipino! Di ba tayo tapos? Ito talaga. Saan mo pupunta? Eh?
So we saw in the video that how the old man was very, very kind, right? When that family lost their dog and this old man found the dog, he was very kind to tell them about it, right? Similarly, children, man has also lost something. You know what it is? Man has lost the relationship and eternity with God. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? നമ്മൾ വീഡിയോയിൽ എന്താ കണ്ടേ? ആ പ്രായമുള്ള മനുഷ്യൻ നല്ല കൈൻഡായിരുന്നു അല്ലേ? ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ? അപ്പോൾ അവരുടെ പട്ടിക്കുട്ടി നഷ്ടമായപ്പോൾ അത് ഈ മനുഷ്യനെ കിട്ടിയപ്പോൾ അത് അവരുടെ അടുത്ത് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മനുഷ്യനും നമ്മൾ രണ്ട് കാര്യമാണ് നഷ്ടപ്പെട്ടത്. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും നിത്യതയും. ഈ രണ്ട് കാര്യമാണ് മനുഷ്യന് നഷ്ടപ്പെട്ടത്. സോ മാൻ ലോസ്റ്റ് ടു തിങ്സ്, ദാറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഇറ്റേണിറ്റി. സോ ജീസസ്, God decided to send Jesus to the earth to restore this to man. ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ രണ്ട് കാര്യങ്ങൾ, നഷ്ടപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. So children, we saw that this is good news of Christmas. This is the message of Christmas. And just like the angel share the good news to Joseph, we saw that, right, in the video, that about this, that Jesus has come to save the people from their sins. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ദേവദൂതൻ ഒരു സന്ദേശം, ഒരു നല്ല വാർത്ത അല്ലെ, നല്ല വാർത്ത ജോസഫ് അടുത്ത് പറഞ്ഞു. അതെന്തായിരുന്നു? ദൈവം യേശുവിനെ, തന്റെ പുത്രനെ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തുകൊണ്ടാ? പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് അല്ലെ? മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. അതാണ് ക്രിസ്മസിന്റെ സന്ദേശം അല്ലെ? അപ്പോൾ ദേവദൂതൻ ഈ ഒരു സന്ദേശം, ഈ ഒരു നല്ല സന്ദേശം, നല്ല വാർത്ത ജോസഫിന് കൊടുത്തതുപോലെ നിങ്ങളും തയ്യാറാണോ? നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തും നിങ്ങളുടെ അയൽവക്കത്തിലെ ആൾക്കാരോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊത്ത് ഈ നല്ല സന്ദേശം, ഈ ക്രിസ്മസിന്റെ സമയത്ത് ഈ നല്ല സന്ദേശം, ഈ നല്ല വാർത്ത നിങ്ങൾ പറയാൻ തയ്യാറാണോ? Children, just like how the angels share the good news to Joseph, and we know that is the good news of Christmas. Are you willing to share this good news to your friends, relatives, and family, just like how the angel did? Are you ready? Yes, so may God enable you to be a good messenger and to share this good news to everyone around you. The real reason for Christmas, കുട്ടികളെ, ദൈവം നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഒരു നല്ല ഈ വാർത്ത, ഈ ക്രിസ്മസിന്റെ ഈ സന്ദേശം എല്ലായിടത്തും പറയാൻ വേണ്ടി ദൈവം നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ഈ ക്രിസ്മസിന്റെ ദിവസം, ഈ ക്രിസ്മസിന്റെ മാസം ദൈവം നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ടിൽ വി സീ യു നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ ആൻഡ് ബൈ. Here we go! Get up, get up, get up and tell the world. Get up, some people haven't heard that Jesus paid the price so we could have eternal life. Get up, get up, get up and tell the world. Woo! Get up, get up, get up and tell the world. Come on! Get up,
ദി ആക്ടിവിറ്റി കോർണർ. സോ ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ലീന ആൻറ്റി പറഞ്ഞ പോലെ നിങ്ങൾ ചാലഞ്ചിന് റെഡിയാണോ? ഏഞ്ചൽസ് ഗുഡ് ന്യൂസ് അറിയിച്ച പോലെ നിങ്ങളും യേശുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള നല്ല വാർത്ത അറിയിക്കാൻ റെഡിയാണോ? അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. സോ കാർഡിന് വേണ്ടി യു നീഡ് ചാർട്ട് പേപ്പർ, പിന്നെ ഒരു വൈറ്റ് പേപ്പർ വേണം, ഗം വേണം, സിസേഴ്സ് വേണം, പിന്നെ കുറച്ച് മാർക്കർ വേണം. സോ കിഡ്സ്, നിങ്ങളുടെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇവിടെ കാണുന്ന പോലെ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യണം. അതിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 18 സെൻറ്റിമീറ്റർ, ഈ രണ്ടെണ്ണം 15 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, പിന്നെ 9 സെൻറ്റിമീറ്റർ. നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ തിന്നാക്കാവുന്നതാണ്. അപ്പോൾ ഈ പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ഒരു ഏഞ്ചൽ ഉണ്ടാക്കാനാണ്. അപ്പം നമുക്കത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം നിങ്ങൾ ഈ 15 സെൻറ്റിമീറ്ററിൻ്റെ 2 സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ വിങ്സ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗം എടുക്കുക, എന്നിട്ട് ഒരറ്റത്ത് ഗം ഇടാം, എന്നിട്ട് ഓപ്പോസിറ്റ് അറ്റം ഈ അറ്റത്തേക്ക് ഒട്ടിക്കുക. ഇതാണ് വിങ്. അതുപോലെ തന്നെ മറ്റേ പേപ്പറിലും ചെയ്യാം. ഇപ്പോൾ വിങ് റെഡിയായി. ഇനി ഈ 10 സെൻറ്റിമീറ്ററിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഏഞ്ചലിൻ്റെ ഹെഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരറ്റത്ത് ഗ്ലൂ ഇടാം, ഇതാണ് നമ്മുടെ ഏഞ്ചലിൻ്റെ ഹെഡ്. ഇനി നിങ്ങൾ 9 സെൻറ്റിമീറ്ററിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ട് ഒരറ്റത്ത് ഗ്ലൂ ഇടാം, എന്നിട്ട് നിങ്ങൾ ഈ 18 സെൻറ്റിമീറ്ററിൻ്റെ സ്ട്രിപ്പിൻ്റെ ഒരറ്റം ഇതിലേക്ക് ഒട്ടിക്കാം. എന്നിട്ട് നിങ്ങൾ ഈ അറ്റത്ത് ഗ്ലൂ ഇട്ടിട്ട് ഈ അറ്റം ഇങ്ങോട്ടേക്ക് ഒട്ടിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഏഞ്ചലിൻ്റെ ബോഡി. നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ വിങ്സ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. ഈ വിങ്സ് താഴോട്ട് പോണ വിധത്തിൽ ഒട്ടിക്കണം. ഈ സൈഡിലായിട്ട് ഗം പരട്ടാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹെഡിന് കുറച്ച് ഗമ്മിടാം, ബോഡിയുടെ മുകളിൽ ഒട്ടിക്കാം. ഇതാണ് നമ്മുടെ ഏഞ്ചൽ. കിഡ്സ്, ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ചാർട്ട് പേപ്പർ ആവശ്യമുണ്ടെന്ന്. അപ്പം നിങ്ങൾ ചാർട്ട് പേപ്പർ A4 ഷീറ്റിൻ്റെ സൈസിൽ കട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മടുക്കാവുന്ന രീതിയിൽ വെക്കണം. അതാണ് നമ്മുടെ കാർഡ്. സോ ഫസ്റ്റ് പേജ് നിങ്ങൾ ബോർഡർ വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതണം ദ ഗുഡ് ന്യൂസ് ഓഫ് ക്രിസ്മസ്. പിന്നെ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ ഭംഗിയാക്കാവുന്നതാണ്. ഞാനിവിടെ സ്റ്റാർസ് കൊണ്ട് കൂടുതൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഗ്ലിറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വല്ല കളർഡ് പേപ്പർ ഒട്ടിക്കാം. ഇവിടെയാണ് നമ്മൾ ഏഞ്ചലിനെ ഒട്ടിക്കാൻ പോകുന്നത്. അത് നമുക്ക് ചെയ്യാം കുറച്ച് നേരം കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ ഇത് തുറക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ ഇന്നത്തെ മെമ്മറി വേഴ്സ് എഴുതണം. You will name him Jesus, for he will save his people from their sins. Matthew 1:21. അത് നിങ്ങൾ ഫസ്റ്റ് പേജിൽ എഴുതണം. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ക്രിസ്മസ് കാർഡാണ്. അപ്പം നിങ്ങൾക്ക് ഈ കാർഡ് ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഗുഡ് ന്യൂസ് അറിയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾ ഡിയർ ആൻഡ് നിങ്ങൾ ആർക്കാണ് ഇത് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ പേര് ഇവിടെ എഴുതാം. എന്നിട്ട് നിങ്ങൾ എഴുതണം ജീസസ് വാസ് ബോൺ ടു ഡൈ ദാറ്റ് യു മൈറ്റ് ലിവ്. ഹോപ്പ് ദിസ് ക്രിസ്മസ് 2020 യു ആർ ബ്ലെസ്ഡ് ബൈ ദിസ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ജീസസ്. എന്നിട്ട് നിങ്ങൾ എഴുതുക ലവ് ആൻഡ് പ്രേയേഴ്സ്, പിന്നെ നിങ്ങളുടെ പേര് എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇപ്പം നമുക്ക് ഏഞ്ചലിനെ ഒട്ടിക്കാം. അപ്പം നിങ്ങളുടെ ഗം എടുക്കാം. നിങ്ങൾ ഗമ്മിടാം. So kids, I hope you like today's activity. നിങ്ങൾ ചാലഞ്ച് ഏറ്റെടുത്ത് എല്ലാവരോടും ഗുഡ് ന്യൂസ് അറിയിക്കണം. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.